അന്യങ് ആർമീസ്. അപ്പൊ ജങ്കുക്ക് ഇന്ന് വിവേഴ്സിൽ അരമണിക്കൂറോളം നീണ്ടു നിന്ന ഒരു ലൈവ് വന്നിരുന്നു. ഇനി ഈ ഒരു ലൈവിന്റെ ചെറിയൊരു മലയാളം ട്രാൻസ്ലേഷൻ ആണ് ഞാൻ ചെയ്യാൻ പോണത്. ലൈവിന്റെ തുടക്കത്തിൽ തന്നെ ജങ്കുക്ക് ചില കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ കേട്ടോ. വേറെ ഒന്നല്ല, പുതിയൊരു മൈക്ക് വാങ്ങിച്ചിരുന്നു. അതിന്റെ സൗണ്ട് ഓക്കെ അല്ലേ, ക്യാമറ ആംഗിൾ ഓക്കെ അല്ലേ, അങ്ങനെയൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഇതൊക്കെ ചെക്ക് ചെയ്യുന്നത് ജങ്കുക്ക് തന്റെ ലൈവ് തന്നെ കയ്യിലുള്ള ഫോണിൽ ഓൺ ആക്കിയിട്ടാണ് ഈ സംഭവമൊക്കെ റെഡി ആണോ എന്ന് ചെക്ക് ചെയ്യണത്. അങ്ങനെ കുറെ ടൈം ഇതിന് വേണ്ടിയിട്ടാണ് ചിലവഴിക്കുന്നത്. അങ്ങനെ എല്ലാം സെറ്റായി ഉറപ്പായതിനു ശേഷമാണ് ആള് ലൈവിലേക്ക് ഇടുന്നത്. ലൈവിലേക്ക് ഇടുന്നപ്പോൾ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ മ്യൂസിക് പ്ലേ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിന്റെ ഇടയിൽ കൂടെ ഈ ഒരു വാങ്ങിച്ചതിൽ ഒരു ഫോൺ മൈക്കും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് കാണിക്കുന്നുണ്ട്. പിന്നെ ഒരു സ്ട്രീമിംഗ് ഡിവൈസിന്റെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് പറയുന്നുണ്ട് ഇനി ഈ സ്ട്രീമിംഗ് ഡിവൈസ് ആർക്കെങ്കിലും ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്തതിന് തരാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതായത് ആള് വാങ്ങിച്ചപ്പോൾ ഒക്കെ വാങ്ങിച്ചു പോയി, ആവശ്യമില്ലാതെ വാങ്ങിച്ച പോലെ ആയിരുന്നുള്ള ആ ഒരു ടോക്കിലായിരുന്നു കേട്ടോ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ജങ്കുക്ക് ഹോപ്പ് ഫിലിം വാച്ച് ചെയ്തു, നല്ല രസമുണ്ടായിരുന്നു എന്നുള്ള കാര്യം പറയുന്നുണ്ട്. പിന്നെ അവിടെ നമ്മൾ മൈക്കിന്റെയും ഇതൊക്കെ ചെക്ക് ചെയ്ത കാര്യങ്ങൾ ഡീറ്റെയിൽ ആയി പറയുന്നുണ്ട്. അതായത് റീസെന്റ് ജങ്കുക്ക് തന്റെ ലാപ്പ് അടക്കം എല്ലാ സാധനങ്ങളും മാറ്റിയിട്ടുണ്ട്, മൈക്ക് സംഭവങ്ങൾ അങ്ങനെ എല്ലാം മാറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യം പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ജങ്കുക്ക് തന്റെ ആദ്യത്തെ ഇതിനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ ആക്കണം എന്ന് വെച്ചിട്ടാണ് ഈ ഒരു എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ മാറ്റിയത്. അപ്പോൾ ഒരു അൽഗാട്ടോ പറഞ്ഞ ബ്രാൻഡിലേക്കാണ് ഇപ്പോൾ മാറ്റിയത്. നല്ല എക്യുപ്മെന്റ്സ് ആണെന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിനിടയ്ക്കൊക്കെ ആൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കോട്ടുക ഇട്ടുകൊണ്ടിരിക്കണ്ടേ, ഉറക്കം വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ ഒരു കമന്റിൽ സ്ക്രീൻ ബ്ലറി ആണ് പറഞ്ഞിട്ടുള്ള ഒരു ആർമിന്റെ കമന്റ് കാണുമ്പോൾ ജങ്കുക്ക് ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. പറയുന്നുണ്ട് സ്ക്രീൻ ബ്ലറി ഒന്നല്ലല്ലോ, നല്ല ക്ലിയർ ആയിട്ടാണല്ലോ കാണുന്നത്, അതായത് നല്ല ക്ലിയർ ആയിട്ടായിരുന്നു കാണുന്നുണ്ടായിരുന്നത്. അപ്പോൾ അത് പറയുന്നുണ്ട്. പിന്നെ ആൾ ഇതിന്റെ സെറ്റിംഗ്സിന്റെ കാര്യമൊക്കെ പഠിച്ചു വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഓരോന്നും ഇങ്ങനെ ചെയ്ത് നോക്കുന്നുണ്ട്, എങ്ങനെയാണ് ക്യാമറയുടെ ആംഗിൾ വരുന്നത്, സംഭവങ്ങളൊക്കെ ചെയ്ത് നോക്കുന്നുണ്ട്. അതിൽ ഗെയിം കളിക്കുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒരു സ്ക്രീൻ കൊണ്ടുമ്പോഴത്തേക്ക് ആകെ ബ്ലാക്ക് ഔട്ട് ആയി പോകും. അതായത് സൂമിൻ ചെയ്തിട്ട് ഒക്കെ ബ്ലാക്ക് ഔട്ട് ആയി പോകും. അങ്ങനെ പിന്നെ പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഞാൻ അതൊക്കെ റീസെറ്റ് ചെയ്തിട്ട് ചെയ്യേണ്ടത്, റീസെറ്റ് ചെയ്തിട്ട് വരുന്നുണ്ട്. എന്നിട്ട് ക്യാമറയുടെ ആംഗിൾ മേലുള്ള ആംഗിളും താഴെ ആംഗിളും ഒക്കെ വെച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ ആളിപ്പോൾ അത് കണ്ടപ്പോൾ അതിന്റെ ഒരു മീൻസ് അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ് സംഭവം. അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. പിന്നെ അതേപോലെ ഈ ഒരു കോട്ടാവിന് പറയണേന്ന് കുറച്ച് നേരത്തെ എണീറ്റോ കൊണ്ട് തന്നെ ക്ഷീണുണ്ടെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇന്ന് ഒറ്റയ്ക്ക് ഞാൻ തിയേറ്ററിൽ സിനിമ കാണാൻ പോയി, ആ ഒരു കാര്യം പറയുന്നുണ്ട്. ഒറ്റയ്ക്കാണ് പോയത് പറയുന്നുണ്ട്. അതേപോലെ തന്നെ അവിടെ എത്തിയപ്പോൾ കുറെ ഫാൻസിനെ കണ്ട് അവരെ കൂടെ ഞാൻ ഫോട്ടോ ഒക്കെ എടുത്തിരുന്നു എന്ന് പറയുന്നുണ്ട്. ഈ ഒരു സമയത്ത് ജങ്കുക്ക് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഫോട്ടോ എടുക്കണമെന്ന് കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടമാണ് ഫോട്ടോ എടുക്കണമെന്ന് കുഴപ്പമില്ല, പക്ഷേ ഞാൻ ബ്രെഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയ സമയത്ത് പെട്ടെന്ന് എൻ്റെ ഫേസിന്റെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ ക്യാമറ ഫോട്ടോ എടുക്കാൻ വന്നു എന്നുള്ള ഒരു സംഭവം പറയുന്നുണ്ട്. അത് കുറച്ചൊരു പൊളൈറ്റ് അല്ലാത്ത ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നിയത്, കുറച്ചൊരു റൂഡല്ല അങ്ങനെ ചെയ്യുന്നത്, അങ്ങനെ ചെയ്യാൻ ഉള്ളൊരു താല്പര്യമില്ല എന്നുള്ള ആള് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതായത് ആൾക്ക് ഇഷ്ടമാണ് ഫോട്ടോ എടുക്കാനൊക്കെ സമ്മതിക്കുന്നുണ്ട്. ഫാൻസ് എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ അതിനൊക്കെ പറഞ്ഞിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ പെട്ടെന്ന് മുഖത്തിന്റെ അടുത്തേക്ക് വന്ന് എടുക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നാണ് ആൾ പറഞ്ഞത്. പിന്നെ അതേപോലെ തന്നെ അന്നത്തെ ദിവസം അങ്ങനെ ഞാൻ എൻജോയ് ചെയ്തു എന്നുള്ളത് പറയുന്നുണ്ട്. എന്തായാലും ആ ഫോട്ടോ ഒക്കെ എല്ലാവരും എടുത്തിട്ട് മൂവി കണ്ടിട്ട് ബൺ കഴിച്ചിട്ടൊക്കെ എൻജോയ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. അതേപോലെ ആ ഒരു മൂവി കണ്ട അനുഭവം പറയുന്നുണ്ട്. മൂവി നല്ല അടിപൊളിയായിരുന്നു പറയുന്നുണ്ട്. അതിന്റെ ഒരു എക്സ്പീരിയൻസിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതുവരെ കാണാത്ത ആർമീസ് ഉണ്ടെങ്കിൽ പോലും സംഭവം നല്ല അടിപൊളിയായിട്ടുള്ള മൂവി ആയിരുന്നു. ഞാനിങ്ങനെ എക്സൈറ്റ്മെന്റിൽ നിൽക്കായിരുന്നു എന്നുള്ള പറയുന്നുണ്ട്. പിന്നെ ഈ ഒറ്റയ്ക്ക് മൂവി കാണാൻ പോണത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്നുള്ള പറയുന്നുണ്ട്. ഇനി ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പോയി നോക്കണം എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം ലൈറ്റനിങ്ങിലുള്ള ഒരു കളിയായിരുന്നു കേട്ടോ. അത് ലൈറ്റ് ഏത് ലൈറ്റ് വേണം, ഡാർക്ക് ആക്കണോ ഇതാക്കണോ എന്ന് പറഞ്ഞിട്ട് ലൈറ്റ് അവിടെ നിന്ന് മാറ്റി കളിക്കണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ലൈറ്റ് ഏതാ ബെറ്റർ എന്നുള്ളത് ജങ്കുക്കിന്റെ ലൈവിനെ കാണുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, അത് ഓണാക്കിയാൽ ചെക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു ബ്രാൻഡ് ജങ്കുക്ക് കാണിക്കുന്നുണ്ട്. അതായത് ജങ്കുക്ക് ഇപ്പോൾ യൂസ് ചെയ്യുന്ന ക്യാമറ മാറ്റിയിട്ട് ഇതിലേക്ക് ഈ ഒരു സെയിം ബ്രാൻഡിലേക്ക് തന്നെ ക്യാമറ ആക്കിയാലെന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ചെയ്താൽ സെറ്റിംഗ്സ് ഒക്കെ മാറുന്നതാണ് ചെയ്യണില്ല. പിന്നെ ആൾ ഓരോന്നും ചെയ്യുമ്പോൾ അവിടെ അങ്ങനെ വേസ്റ്റ് ഒക്കെ ഉള്ളത് ക്ലിയർ ആക്കിയിട്ട് തട്ടി ഒന്ന് ക്ലിയർ ആക്കി വെച്ചിട്ടാണ് അങ്ങനെ പോണത്. അപ്പോൾ അവിടെ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു കവർ ഉണ്ടായിരുന്നു. ഇനി ഇതിന്റെ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പുറത്ത് പോയിട്ട് നമ്മൾ ആരുണ്ടല്ലോ BTS പ്രൊമോട്ട് ചെയ്യുന്ന ബ്രാൻഡ്, അതിന്റെ ഒരു വലിയ ട്രാഷ് ക്യാൻ എടുത്തോണ്ട് എന്നിട്ട് ആൾ ചിരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ആരിന്റെ ട്രാഷ് ക്യാൻ ആണ് പറയുന്നുണ്ട്. അതായത് ആർമീസിന് ഇത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോലെ കൊണ്ടുവന്നിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ സ്ട്രേ കിഡ്സിന്റെ ഒരു കോൺസേർട്ട് കാണാൻ പോയ കാര്യം പറയുന്നുണ്ട്. അത് കാണാൻ പോയ സമയത്ത് ആ ഒരു കൂളിംഗ് ഗ്ലാസ് ജങ്കുക്കിന്റെ അടുത്തേക്ക് ഇട്ട് കൊടുത്തല്ലോ ഫെലിക്സ്, ആ ഒരു ഇൻസിഡന്റ് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ഞാനത് ആ ഒരു കൂളിംഗ് ഗ്ലാസ് ചാനിന് തിരിച്ചു കൊടുത്തിട്ടുണ്ട്, ആളെടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചിലപ്പോൾ നെക്സ്റ്റ് കോൺസേർട്ടിലും ഈ സെയിം സിനാരിയോ നടക്കാൻ ചാൻസ് ഇല്ലേ എന്നുള്ള കാര്യം ആലോചിച്ചിട്ട് ആൾ ചിരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ആ ഒരു കൂളിംഗ് ഗ്ലാസ് എങ്ങനെ എന്റെ അടുത്തേക്ക് തന്നെ വന്നു എന്നുള്ളത് എനിക്ക് അറിയില്ല, അതേപോലെ അത് എന്റെ അടുത്തേക്ക് വന്നപ്പോൾ എന്റെ ടീമിലുള്ള ഏട്ടൻ എനിക്ക് അത് എടുത്തു തന്നാന്നുള്ള കാര്യം പറയുന്നുണ്ട്. പിന്നെ ആളൊരു സംഭവം ആലോചിച്ചിട്ട് എന്നാൽ എന്റെ അടുത്തേക്ക് അത് എങ്ങനെ വന്നു, നല്ല കൂളായിട്ട് ആൾ എറിഞ്ഞത് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ഇരുന്ന് സെർച്ച് ചെയ്യണ്ടേ. എന്നിട്ട് പറയുന്നുണ്ട് ഇപ്പൊ അടുത്തായിട്ട് എനിക്ക് കളിക്കാൻ പറ്റിയ ഗെയിം ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ ഞാൻ സിംഗിൾ ഗെയിം കളിക്കണം എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്നെ കുളിക്കാൻ പോയാലെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് എല്ലാവരോടും പറയുന്നുണ്ട് അപ്പൊ ഞാൻ എല്ലാ സംഭവം ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, അപ്പൊ നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഞാൻ നല്ല ഫണ്ണായിട്ടുള്ള പാട്ടോ അല്ലെങ്കിൽ ഗെയിമോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് വരാന്ന് പറയുന്നുണ്ട്. ഇനി ഇത് പറഞ്ഞു കഴിഞ്ഞ ഉടനെ തന്നെ വീണ്ടും പറയുന്നുണ്ട് പക്ഷെ നെക്സ്റ്റ് ടൈം എപ്പോഴാന്നുള്ളത് എനിക്ക് അറിയില്ല എന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ടൂർ പിന്നെ സ്റ്റാർട്ട് ചെയ്യല്ലേ, അപ്പൊ അതിന് പോകുമ്പോൾ കഴിയില്ലല്ലോ. പിന്നെ ഇനി എനിക്ക് അങ്ങനെ വരണം എന്ന് തോന്നുമ്പോഴോ അല്ലെങ്കിൽ എനിക്കൊരു ആഗ്രഹം ആകുമ്പോഴോ ഞാൻ വരണ്ടെന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരോടും ഭക്ഷണം കഴിക്കാൻ പറയുന്നുണ്ട്. ഞാനും ഇനി ഭക്ഷണം കഴിക്കട്ടെ, ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി ചെയ്യാന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ലൈവ് എൻഡ് ചെയ്യണം എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പൊ എൻഡ് ചെയ്യണതിന് മുന്നേ എനിക്ക് ചെറുപ്പത്തിൽ ഇഷ്ടമുണ്ടായിരുന്ന
ഉണ്ടായിരുന്ന ഒരു ഗെയിമിലെ പാട്ട് എന്താ കേൾക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ടിട്ട് കേൾക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് പറയുന്നുണ്ട് നെക്സ്റ്റ് ടൈം വരുമ്പോ കളിക്കാനുള്ള ഗെയിമിനെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ആർമീസിനോട് ബൈ പറഞ്ഞിട്ടാണ് ജങ്കുക്ക് ഈ ഒരു ലൈവ് എൻഡ് ചെയ്തിട്ട് പോണത്. അപ്പൊ ഇതൊക്കെ ആയിരുന്നു ഇന്ന് ജങ്കുക്ക് വന്ന് ലൈവിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ. ആൾ കാര്യമായിട്ട് ഇന്ന് ആ ഒരു എക്യുപ്മെന്റ്സ് ഒക്കെ ഒന്ന് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ടും അതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു ലൈവ് വന്നിരുന്നത്. അപ്പോൾ ഇനി നെക്സ്റ്റ് ലൈവിന്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് കാണുമായിരിക്കും. ബൈ ബൈ ആർമീസ്.